തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവാവ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ സ്ത്രീ മരിച്ചു. ചികിത്സയിലായിരുന്ന ചെങ്കോട്ടുകോണം സ്വദേശി സരിതയാണ് മരിച്ചത്. ഇവർക്ക് 60% പൊള്ളലേറ്റിരുന്നു. ആക്രമണം നടത്തിയ ബിന്ദു 50% പൊള്ളലേറ്റ് ചികിത്സയിലാണ്. സുനീഷ അയലൂർ വിശദാംശങ്ങളുമായി. സുനീഷ, എന്താണ് സംഭവം? നികേഷ്, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് യുവാവ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഈ ബിനു എന്ന യുവാവാണ് സരിത എന്ന യുവതിക്ക് നേരെ ഈ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത്. പിന്നാലെ തന്നെ 60% പൊള്ളലേറ്റ യുവതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. 60%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് ആശുപത്രി ഈ ഡോക്ടർമാരടക്കം പറയുകയും ചെയ്തിരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഈ ചെങ്കോട്ടുകോണം സ്വദേശിയായിരുന്ന സരിതയുടെ വീട്ടിലേക്ക് ബിനു എത്തുകയും പിന്നാലെ തന്നെ ഇവർ തമ്മിൽ സംസാരം ഉണ്ടാവുകയും അത് വാക്കുതർക്കത്തിലേക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ യുവതിയുടെ ദേഹത്ത് ഒഴിച്ച് കത്തിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കന്നാസിൽ 5 ലിറ്റർ പെട്രോളുമായാണ് ഇയാൾ ഈ വീട്ടിലേക്ക് എത്തിയിരുന്നത്. ഈ തീ കത്തിച്ചപ്പോൾ ഇയാളുടെ ദേഹത്തേക്കും തീ പടർന്നിരുന്നു. പിന്നാലെ ബിനു വീട്ടിന് പിന്നിലുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തിരുന്നു. ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഇയാളെ പുറത്തെടുത്തത്. ഇയാൾക്കും 50%-ലധികം പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ്. ഇയാളും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഏതായാലും ഈ വിഷയത്തിൽ പോത്തൻകോട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ ബിനുവിന്റെ സ്കൂട്ടറിൽ നിന്ന് വെട്ടുകത്തിയും മുളകുപൊടിയും അടക്കമുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും എന്താണ് ഈ ഇത്തരത്തിലുള്ള കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടീവ് എന്നറിയില്ലെങ്കിൽ പോലും വാക്കുതർക്കം ഉണ്ടാവുകയും അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഈ തീകൊളുത്തി കൊല ചെയ്യാനുള്ള കാരണത്തിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോത്തൻകോട് നിലവിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ ബിനു ചികിത്സയിൽ കഴിയുകയാണ് നികേഷ്.